ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നമ്മൾ സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡാണ്. നമ്മൾ റവ ഞാനിന്ന് നമ്മൾ വീട്ടിലും കൂടെ വറുത്ത് കേട്ടോ. പുറത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത റവ എന്നും പറഞ്ഞാൽ നമ്മൾ പാക്കറ്റ് മേടിക്കണം. എന്നാലും ഞാൻ വീട്ടിലൊന്ന് 5 മിനിറ്റ് വറുക്കും കേട്ടോ. ഇതൊരു 200 ഗ്രാം ഉണ്ട്. അതിന് വേണ്ട സാധനം ഞാൻ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്നൊരു മണിക്കൂർ ഞാൻ കുതിർത്ത്, 1 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ സമയമില്ല, അരമണിക്കൂറെങ്കിലും ഒന്ന് ഉഴുന്നിടുന്നത് നല്ലതാണ്. കാരണം റവയ്ക്കകത്ത് പ്രത്യേകിച്ച് വൈറ്റമിൻസ് ഒന്നും ഇല്ല, എല്ലാം നമുക്ക് വലിയ ഗുണമില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇച്ചിരി പ്രോട്ടീൻ അടങ്ങിയ ഉഴുന്നും കൂടി ഇടണം. പിന്നെ നമുക്ക് ഒരു സബോള, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ, കരിവേപ്പില, ഇത്ര സാധനം മതി നമുക്ക് കേട്ടോ. അപ്പം ഇതിന് വേണ്ട വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മളിത് 200 ഗ്രാം റവ എടുക്കണം അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിന് 3/4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് 3/4 റവയാണെങ്കിൽ കുറച്ചുകൂടി കൂട്ടി ഇതിന് ഫുള്ളായിട്ടുള്ള വെള്ളം എടുക്കണ പാത്രത്തിൽ 3/4 എടുക്കുക. അതിന് കുറച്ചുകൂടി കൂട്ടി ഒരു കപ്പ നിങ്ങൾ എടുക്കുന്ന 1.5 കപ്പ് കുറച്ച് വെള്ളം കൂട്ടിയെടുക്കുക. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ കൂട്ടിയിടുന്നു കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഇടാനുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് അല്പം സിമ്മിലാക്കി വെക്കണം. എന്നാണെന്നറിയോ, ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലോ മുഖത്തൊക്കെ തെറിക്കും. അപ്പോൾ പല ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു എണ്ണയിലോട്ട് എന്ത് സാധനം ഇടുമ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ഇടാവുള്ളൂ. ഇനി നമുക്ക് ഇഞ്ചി ഇടുന്നേ, അല്ല സിമ്മാക്കി വെച്ചിട്ടിട്ടാൽ മതി കേട്ടോ. ഇഞ്ചി ഇട്ടു, മുളക്, ഒത്തിരി എരിവൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എരിവ്, ഒരു പച്ചമുളക്, 200 ഗ്രാം എണ്ണ, റവയ്ക്ക് 200 ഗ്രാം കൊണ്ട് നമുക്ക് 2 പേർക്ക് കഴിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീൻസും ക്യാരറ്റും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടോ. ഇതായി വരുന്നു. നമുക്കിന് സബോള ഇടാം. ഇതിന് മൂക്കട്ടെ കേട്ടോ. നമ്മുടെ സബോള ഏകദേശം ഗോൾഡൻ കളർ ആകാൻ തുടങ്ങി. ഞാൻ ഇതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി നമ്മൾ ഒരുപാട് ഇടരുത് കേട്ടോ. ഒരുപാടിട്ട് ഒരുമാതിരി മഞ്ഞ കളറായിപ്പോൾ. ഇനി നമുക്ക് കരിവേപ്പില ഇടണം കേട്ടോ. കരിവേപ്പില പ്രധാനപ്പെട്ട ഒരു സാധനം കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് തരുന്ന സാധനമാണ് കരിവേപ്പില. ഇനി നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്നും കൂടി ഇടുവാണേ. എണ്ണയിലൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഉഴുന്നിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. റവയിൽ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ റവ വെച്ച് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഉപ്പ് പെട്ടെന്ന് റവ പിടിക്കും കേട്ടോ. അപ്പം വെള്ളത്തിൽ നമ്മൾ ഇടുമ്പം ഉപ്പ് നോക്കണം. വെള്ളത്തിൻ്റെ ഉപ്പാണ് കേട്ടോ റവയുടെ ഉപ്പ് കേട്ടോ. വെള്ളത്തിന് പാകത്തിന് ഉപ്പുണ്ട്. റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കും. ചിലരുണ്ടാക്കുമ്പോൾ ഉപ്മാവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. എന്നുവെച്ചാൽ നമ്മൾ വെള്ളം തിളച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ റവ എടുത്തിടാൻ പാടുള്ളൂ. ഇനി നമ്മൾ അളന്ന് വെച്ച വെള്ളമാണ് ഇതിനകത്തിലാണ് നമ്മൾ റവ എടുത്തത്. അപ്പം ഇതിന് 3/4 ഗ്ലാസ് റവയാണ് എടുത്തത്. അപ്പം ഒരു കപ്പിന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റവ ഇടാവുള്ളൂ. ഇത് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ സിമ്മാക്കി വെക്കണം കേട്ടോ. സിമ്മാക്കി വെച്ചിട്ട് റവ ഇടാവുള്ളേ. നമുക്ക് റവ ഇടാവേ. സിമ്മാക്കി വെച്ചില്ല എന്നറിയാം, നമ്മുടെ റവ ശരിക്കും വേവുന്നതിന് മുമ്പ് നമ്മുടെ വെള്ളം പറ്റിപ്പോവും. എന്നിട്ട് പതുക്കെ ഇത് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിരുന്ന് ഇത് വേവണം.
ഇത് നമ്മുടെ റവയൊന്ന് വേവാനായിട്ട് നമ്മൾ ചെറിയ തീയിലാണ് വെച്ചേക്കണം, സിമ്മിലാണ് വെച്ചത്. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം, 2-3 മിനിറ്റ്. എന്നിട്ടൊന്ന് തുറന്ന് കഴിയുമ്പോൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ റവ എത്രത്തോളം ആയെന്നൊന്ന് തുറന്ന് നോക്കാവേ. ഓക്കെ, നമ്മുടെ റവ നോക്കിയേ നല്ലോണം വെന്ത് പാകത്തിനായി, വെള്ളമൊക്കെ പാകത്തിൽ. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി. സിമ്മിലാക്കി വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. നമുക്ക് ഉപ്പൊക്കെ വെള്ളത്തിൻ്റെ ഉപ്പാണ് പാകമായിട്ട് വരും. വെള്ളത്തിൽ നമ്മൾ ഉപ്പ് നോക്കുക, അത് പാകത്തിനായിട്ട് വരണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട പുഴുങ്ങിയത് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ചൂടോടെ ആണെങ്കിലും കഴിക്കാം. പിന്നെ അധികം പഴുക്കാത്ത പഴമ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കാം. കടലക്കറി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഷുഗറുള്ള ആൾക്കാർ ഒരു പഴവും പൊട്ടിൻ്റെ കൂട്ടത്തിലും റവയുടെ കൂട്ടത്തിലൊന്നും കഴിക്കുമ്പോൾ അധികം പഴുത്ത പഴങ്ങൾ ഉപയോഗിക്കരുത്. അധികം പഴുപ്പ് കുറഞ്ഞ പഴം, അല്ലെങ്കിൽ ഇച്ചിരി കടലക്കറി ഉപയോഗിക്കാം. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ റവ ഉണ്ടാക്കി കഴിക്കുക. അപ്പം നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന റവ ഒന്നും കൂടി ഒന്ന് വീട്ടിൽ വറക്കണം, അല്ലെ നമുക്ക് ചിലപ്പം കഴിക്കുമ്പോൾ വയറുവേദനയൊക്കെ എടുക്കും. അപ്പം അടുത്തൊരു ഫുഡ് റെസിപ്പിയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. എല്ലാവരും ഫോളോ ചെയ്യണേ. താങ്ക് യു.